വിശാലമായ ഭൗമരാഷ്ട്രീയ രംഗത്ത് ഒരു രാഷ്ട്രത്തലവന്റെ ഒരൊറ്റ ഫോൺ കോളിനെ കുറിച്ചുള്ള അവകാശവാദം പോലും എങ്ങനെ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും മാധ്യമ ശ്രദ്ധയും പിടിച്ചുകുലുക്കാം എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ്. ട്രംപ് വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു, ഇന്ത്യ അത് നിഷേധിക്കുന്നു. ഇതിലെന്താണ് ഇത്ര വലിയ വാർത്ത? ഒരു സാധാരണ സംഭാഷണം എന്നതിലുപരി ഇന്ത്യ US വ്യാപാര തർക്കങ്ങൾ, പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം, റഷ്യൻ എണ്ണ ഇറക്കുമതി എന്നീ തന്ത്രപ്രധാന വിഷയങ്ങളിലെ ഇരു രാജ്യങ്ങളുടെ നിലപാടുകളുടെ പ്രതിഫലനമാണ് ഈ സംഭാഷണ വിവാദം. റിപ്പോർട്ടുകൾ പ്രകാരം ഒരു പരിപാടിയിൽ വെച്ച് ട്രംപ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെയാണ് മോദിയുമായി താൻ സംസാരിച്ചതായി അവകാശപ്പെടുന്നത്. ട്രംപിന്റെ വാക്കുകളിൽ നരേന്ദ്രമോദി ഒരു മഹാനായ വ്യക്തിയും ഉറ്റ സുഹൃത്തുമാണ്. ഞാനിന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു. മികച്ച സംഭാഷണമായിരുന്നു. ഞങ്ങൾ വ്യാപാരത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. ഈ സംഭാഷണത്തിന്റെ ഒരു ഭാഗം പാകിസ്ഥാനെ കുറിച്ചായിരുന്നു എന്നും ട്രംപ് പറയുന്നു. ഞങ്ങൾ അല്പം മുമ്പ് പാകിസ്ഥാനുമായുള്ള യുദ്ധങ്ങളൊന്നും വേണ്ട എന്ന് സംസാരിച്ചു. വ്യാപാരമാണ് പ്രധാനമെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയും. പാകിസ്ഥാനുമായും ഇന്ത്യയുമായും നമുക്ക് യുദ്ധമില്ല. അത് വളരെ നല്ല കാര്യമാണ്, ട്രംപ് കൂട്ടിച്ചേർത്തു. ഈ വാക്കുകൾ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെന്നാൽ കശ്മീർ വിഷയത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കം ഒരു ആഭ്യന്തര വിഷയമാണെങ്കിലും അതിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നും ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധമില്ലാത്ത സാഹചര്യം തന്റെ ഇടപെടലിന്റെ ഫലമായി സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ഉറ്റ ചങ്ങാതിയെ പോലെ മോദിയെ പ്രശംസിക്കുന്നതിലൂടെ താനിപ്പോഴും ഇന്ത്യൻ കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം ട്രംപ് നടത്തുന്നു എന്നും നിരീക്ഷകർ സംശയിക്കുന്നു. എന്നാൽ ട്രംപിന്റെ അവകാശവാദം പുറത്തുവന്ന് മണിക്കൂറുകൾക്കകം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ പ്രതികരണം ഈ കഥയെ കീഴ്മേൽ മറിച്ചു. വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇങ്ങനെ: പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് ട്രംപും തമ്മിൽ ഒരു സംഭാഷണം നടന്നോ എന്ന ചോദ്യത്തിന് ഇന്നലെ ഒരു നേതാക്കളും തമ്മിൽ ഒരു സംഭാഷണവും നടന്നതായി എനിക്കറിയില്ല എന്നാണ്. ഈ നിഷേധം അത്യന്തം ശ്രദ്ധേയമാണ്. കാരണം ലോകശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പൊതുവേദിയിൽ ഒരു ഫോൺ കോളിനെ കുറിച്ച് സംസാരിക്കുകയും തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ അത് നിഷേധിക്കുകയും ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ ഒരു അസ്വാസ്ഥ്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പ്രതികരണം ഇന്ത്യയുടെ ശക്തമായ നിലപാടുകളെയാണ് അടിവരയിടുന്നത്. ഒരുപക്ഷെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുന്ന ട്രംപിന്റെ എന്തെങ്കിലും പ്രസ്താവനകളെ, ഉദാഹരണത്തിന് റഷ്യൻ എണ്ണയെക്കുറിച്ചുള്ള അവകാശവാദം, അംഗീകരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാകാം ഈ നിഷേധത്തിന് പിന്നിൽ. ഈ സംഭാഷണ വിവാദത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് ട്രംപ് പരാമർശിച്ച മറ്റു വിഷയങ്ങളാണ്: വ്യാപാരവും റഷ്യൻ എണ്ണയും. ഇന്ത്യ US വ്യാപാര ബന്ധം ചരിത്രപരമായി ശക്തമാണെങ്കിലും ട്രംപിന്റെ ഭരണകാലത്ത് ഇത് താരിഫ് തർക്കങ്ങളാൽ കലുഷിതമായിരുന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ തീരുമാനം നിലവിലുണ്ടായിരുന്ന ഒരു വലിയ തർക്കമാണ്. ഇതിൽ 25% താരിഫ് ഇന്ത്യ റഷ്യയുമായി നടത്തുന്ന എണ്ണ വ്യാപാരത്തിന്മേലുള്ള പിഴയായി ചുമത്തിയതാണ്. വ്യാപാര ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചുവെന്ന് ട്രംപ് ആവർത്തിക്കുമ്പോൾ ഇന്ത്യക്ക് മേലുള്ള സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം അതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പരസ്പരമുള്ള വ്യാപാരത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുമ്പോഴും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ വിപണി തുറന്നുകൊടുക്കുന്നതിലും പ്രാദേശിക വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിലും ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. ട്രേഡ് ഡീൽ എത്രയും പെട്ടെന്ന് ഒപ്പിടാൻ മോദിക്ക് താൽപ്പര്യമുണ്ടെന്ന് വരുത്തി തീർക്കുന്നത് ഭാവിയിലെ ചർച്ചകളിൽ അമേരിക്കയ്ക്ക് മേൽക്കൈ നൽകാൻ സാധ്യതയുണ്ട്. ഏറ്റവും രൂക്ഷമായ തർക്കം റഷ്യൻ എണ്ണയുടെ കാര്യത്തിലാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് മോദി തനിക്ക് ഉറപ്പ് നൽകിയതായി ട്രംപ് നേരത്തെയും അവകാശപ്പെട്ടിരുന്നു. ഇത് ന്യൂഡൽഹി ശക്തമായി നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. ട്രംപിന്റെ വാദത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, അവർക്കങ്ങനെ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ, പക്ഷേ അവർക്ക് വലിയ താരിഫ് നൽകേണ്ടി വരും, അത് അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഇവിടെ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ദേശീയ സുരക്ഷയും വിപണി പരിഗണനകളുമാണ് ഇന്ത്യയുടെ ഊർജ്ജ വാങ്ങലുകൾക്ക് പിന്നിലെ മാർഗനിർദ്ദേശക ശക്തികൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന് താങ്ങാനാവുന്ന ഊർജ്ജ വിതരണം അത്യാവശ്യമാണ്. തങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഈ തീരുമാനം ഏതെങ്കിലും ഭൗമരാഷ്ട്രീയ ചേരിതിരിവിന്റെ ഭാഗമല്ല എന്ന് ഇന്ത്യ പലതവണ അന്താരാഷ്ട്ര വേദികളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് സൂചിപ്പിക്കുന്ന നയതന്ത്രപരമായ പ്രതിരോധമാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിഷേധത്തിലൂടെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്.
ട്രംപിന്റെ സംഭാഷണ വിവാദം ഒരു ചെറിയ സംഭവം മാത്രമായി കാണാനാകില്ല. മറിച്ചത് ആഗോള നയതന്ത്രത്തിലെ ഒരു പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. അവകാശങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലെ അന്തരം. ട്രംപിന്റെ ഭരണശൈലി എപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളെയും അപ്രതീക്ഷിത പ്രസ്താവനകളെയും ആശ്രയിച്ചുള്ളതായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മോദി ഒരു ഉറ്റ സുഹൃത്താണെന്ന് ആവർത്തിച്ച് പറയുന്നത് താൻ ലോക നേതാക്കളുമായി എപ്പോഴും അടുത്ത ബന്ധം പുലർത്താറുണ്ട് എന്ന് സ്ഥാപിക്കാൻ സഹായിക്കും. കൂടാതെ താൻ മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിലുള്ള സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണെന്നും പല രാജ്യങ്ങളും സമാധാന ശ്രമങ്ങളിൽ പങ്കുചേർന്നുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. പരസ്പരം വെറുത്തിരുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം സ്നേഹിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ അതിശയോക്തി കലർന്ന പ്രസ്താവനകൾ താൻ ലോകത്തിന്റെ പ്രശ്നപരിഹാരകനാണ് എന്നൊരു ചിത്രം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ആഭ്യന്തര ചർച്ചകളിൽ ഇന്ത്യ ഒരു കരുവാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. റഷ്യൻ എണ്ണ വിഷയത്തിൽ ട്രംപിന് ഉറപ്പു നൽകി എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ നിലവിലെ ഊർജ്ജതന്ത്രത്തെയും വിദേശ നയത്തെയും ചോദ്യം ചെയ്യാൻ ഇടയാക്കും. അതിനാൽ വ്യക്തമായ നിഷേധം ആവശ്യമായിരുന്നു. ഇന്ത്യയും US-ഉം ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങളാണ്. തന്ത്രപരവും സാമ്പത്തികപരവുമായ നിരവധി പൊതുതാൽപര്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമുണ്ട്. എങ്കിലും ഈ സംഭാഷണ വിവാദം വെളിപ്പെടുത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇപ്പോഴും വ്യാപാരം, സുരക്ഷ, ആഗോള ഊർജ്ജ നയം തുടങ്ങിയ വിഷയങ്ങളിൽ നിലനിൽക്കുന്ന നേരിയ സംഘർഷങ്ങളാൽ അടയാളപ്പെടുത്തിയതാണ് എന്നതാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു ട്രേഡ് കോൾ എന്നതിലുപരി ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ തകർക്കുന്നതും നിലവിലെ നയങ്ങളെ ചോദ്യം ചെയ്യുന്നതുമായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മറുപടി അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ചങ്ങാതി സംഭാഷണങ്ങളെന്നും അവകാശങ്ങളെന്നും പറയുന്നതിൽ നിന്നും ദേശീയ താൽപ്പര്യങ്ങളുടെ കടുപ്പമേറിയ യാഥാർത്ഥ്യങ്ങളിലേക്ക് ലോകശക്തികൾ കണ്ണു തുറക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. ഈ സംഭവം ഒരു മുന്നറിയിപ്പാണ്. ലോകവേദിയിലെ ഓരോ വാക്കും അത് ഒരു ഫോൺ കോളിനെ കുറിച്ചായാൽ പോലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു തന്ത്രപരമായ നീക്കമാണ്.